കൊച്ചി ചക്കരപ്പറമ്പിൽ നിന്നാണ് ആമൽ ചേരുന്നത്. ഈദ്ഗാ കമ്മിറ്റിയുടെ പെരുന്നാൾ നിസ്കാരം നടക്കുകയാണ് അവിടെ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പറയും. SKN വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ടീമിന് ഒന്നാകെ കൊച്ചിയിൽ നിന്നുള്ള ബലിപ്പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. തൃക്കാക്കര ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു ഈദ്ഗാഹ് നടക്കുന്നത്. കൊച്ചിയിൽ ഈദ്ഗാഹുകൾ കുറവാണ് ഇത്തവണ. കാരണം എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ കേരളത്തിൽ ഒന്നാകെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കൊച്ചിയിൽ ഒരേ ഒരു ഈദ്ഗാഹ് ഇവിടെയാണ് നടക്കുന്നത്. ചക്കരപ്പറമ്പ് പാരീസ് സ്പോർട്സ് സെന്ററിലാണ്. 7:15 കൂടി തന്നെ ഇവിടെ ഈദ്ഗാഹ് നമസ്കാരങ്ങൾക്കുള്ള നടപടികളും കർമ്മങ്ങളും എല്ലാം തുടങ്ങിയിരുന്നു. അറഫ മസ്ജിദ് ഖത്തീബായിട്ടുള്ള ഇസഹാഖ് അൻസാരിയാണ് പ്രാർത്ഥനകൾക്കും നമസ്കാരത്തിനുമെല്ലാം നേതൃത്വം നൽകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു ഈദ്ഗാഹ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ സ്ഥലം കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം വകവെച്ചുകൊണ്ട് തന്നെ നിരവധിയായ ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 1000-ഓളം ആളുകൾ ഇവിടെ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ ഒരു ബലിപ്പെരുന്നാളിന്റെ ഒരു ചരിത്രമെല്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒന്നാണ്. അവരുടെ വിശ്വാസത്തിന്റെ തികവിന്റെ, വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ ഒക്കെ ഒരു മാറ്റുരയ്ക്കലാണ് ഈ ഒരു ബലിപ്പെരുന്നാൾ മുസ്ലിം വിശ്വാസികളെല്ലാം കാണുന്നത്. എന്തായാലും ഹജ്ജ് കർമ്മത്തിന്റെ ഒരു അവസാന ഘട്ടമായിട്ടാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു ഇസ്മയിലിനെ ബലി കൊടുക്കുവാൻ സ്വപ്നത്തിൽ വന്ന് പറയുകയും പിന്നീട് അല്ലാഹു തന്നെ ഒരു ദൂതന്റെ വഴിയിൽ വന്ന് ഇബ്രാഹിം നബിയോട് മകനെ ബലി നൽകേണ്ടതില്ല, പകരം ഒരാടിനെ ബലി നൽകിയാൽ മതിയെന്ന് പറയുകയും അങ്ങനെ അതൊരു വിശ്വാസത്തിന് മാറ്റൊരിക്കലും ഇബ്രാഹിം നബിയുടെ വിശ്വാസം അതിന്റെ പൂർണ്ണതയിലാണെന്ന് അല്ലാഹുവിന് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ ബലിപ്പെരുന്നാളിന് ശേഷം അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം ആളുകൾ സൗഹൃദം പങ്കുവയ്ക്കാനും മറ്റുമായിട്ട് സുഹൃത്തുക്കളുടെയും മറ്റും വീടുകളിലേക്ക് പോകും. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യും. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലൂടെയാണ് കൊച്ചിയും കടന്നു പോകുന്നത്. SKN.